വീട്ടിലുണ്ട്, VCR നമ്മുടെ വീട്ടിലുണ്ട്, ഫ്രിഡ്ജ് നമ്മുടെ വീട്ടിലുണ്ട്, AC സംവിധാനമുണ്ട്, പലതും സംവിധാനമുണ്ട്. നമ്മുടെ മക്കളുടെ കൈകളിലൊക്കെ വലിയ വിലപിടിപ്പുള്ള മൊബൈലുകളുണ്ട്, അതുപോലെ തന്നെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ 4 വോള്യം പരിഭാഷ എത്ര ആളുകളുടെ, ഈ ഇരിക്കുന്ന എത്ര ആളുകളുടെ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എത്ര ആളുകളുടെ ഭവനങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ 4 പരിഭാഷയുണ്ട്? ഓർത്തു നോക്കൂ. അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ അറബി ഗ്രന്ഥങ്ങളുണ്ട്, ഹദീസുകളുണ്ട്. മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ സഹീഹ് മുസ്ലിമിന്റെ എങ്കിലും 3 വോള്യം നമ്മുടെ വീടുകളിലുണ്ടോ? നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 124 മുതൽ 126 വരെയുള്ള വചനങ്ങൾ ഉദ്ധരിച്ചിരുന്നു. ഇവിടെ നമ്മൾ അവതരിപ്പിച്ച ഈ ഉത്ബോധനമുണ്ടല്ലോ, ഇൻഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനുമുള്ള ഉത്ബോധനമായ ഈ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ, ഖുർആൻ പഠിക്കുന്നിടത്ത് നേന്നേറ്റ് പോയാൽ, ഖുർആൻ പഠിക്കാതെ മാറി നിന്നാൽ, അതിലേക്ക് വിളിച്ചിട്ട് തിരിഞ്ഞു മുഖം കൊടുത്തിട്ടില്ലെങ്കിൽ, ദുനിയാവിൽ 70 വയസ്സ് വരെ ജീവിച്ചിട്ടും കൂർമ്മമായി കണ്ട മലയാള ഭാഷയിലെ ചെറിയ അക്ഷരങ്ങൾ വരെ പെറുക്കിയെടുത്ത അമ്മനുഷ്യനുണ്ടല്ലോ, ആ മുസ്ലിം, അവൻ പരലോകത്ത് വരുന്നത് അന്ധനായിട്ടാണ്. അവൻ അവിടെ വെച്ച് ചോദിക്കും, നാഥാ, ഞാൻ എന്തുകൊണ്ട് ഇവിടെ അന്ധനായി? ദുനിയാവിൽ കാഴ്ച ഉണ്ടായിരുന്നുവല്ലോ, ദുനിയാവിൽ ഞാൻ എല്ലാം കണ്ടിരുന്നുവല്ലോ. മാതൃഭൂമി പത്രത്തിന്റെയോ മാധ്യമം പത്രത്തിന്റെയോ ഏതേത് പത്രത്തിന്റെയോ ചെറിയ വാക്കുകൾ വരെ കണ്ണടയില്ലാതെ വായിച്ച എനിക്ക് ഈ ലോകത്ത് എന്തുകൊണ്ടാണ് നാഥ അന്ധതയുണ്ടായത്? അല്ലാഹ് അവനോട് പറയും, എന്റെ ദൃഷ്ടാന്തം, എന്റെ ആയത്തുകൾ, ഖുർആനിക വചനങ്ങൾ നിന്റെ മുമ്പിൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടിരുന്നുവല്ലോ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ബിസ്മില്ലാ പള്ളിയിൽ നിന്ന് മയ്യത്ത് നിസ്കാരം നിസ്കരിച്ച് 100 കണക്കിന് മനുഷ്യർ ഇറങ്ങി വന്ന് ആയത്തുകൾ ഉദ്ധരിക്കുന്ന പ്രസംഗം, അതിന്റെ ചുറ്റുവട്ടത്തൂടെ ചിരിച്ചു കളിച്ച് വാതിലും തുറന്ന് ഇറങ്ങിപ്പോകുന്ന നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ഖുർആനിനെയാണ് നിങ്ങൾ അവഗണിക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പണ്ഡിതനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ, ഖുർആനിന്റെ വചനത്തെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ, ആയത്തുദ്ധരിക്കപ്പെടുന്നിടത്ത് നോക്കൂ, വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഖുർആനിലെ 41-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ പറയുന്നത് അതാണ്. നോക്കൂ, ഖുർആൻ ഓതുന്നിടത്ത് കൂക്കാൻ, ബഹളമുണ്ടാക്കാൻ കേരളത്തിലെ പോലും അനുഭവം നമുക്കതല്ലേ? ആലോചിച്ചു നോക്കിയേ, നമ്മൾ ഖുർആൻ ഉദ്ധരിക്കുന്നിടത്ത് കൂവുന്നു. അമുസ്ലിങ്ങളല്ല, അവിടുത്തെ ബഹുദൈവ വിശ്വാസികളല്ല, അവിടുത്തെ നിരീശ്വരവാദികളല്ല, താടിയും തലപ്പാവും ജുബ്ബയും ധരിച്ച ഉസ്താദുമാരുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഖുർആൻ ആയത്തുകൾ ഉദ്ധരിക്കുന്ന സദസ്സ് കൂവുന്നു. നിരീശ്വരവാദികളുടെ സദസ്സ് കയ്യേറുന്നുണ്ടോ? ഇല്ല. ഭീകരവാദികളുടെ സദസ്സ് കയ്യേറുന്നുണ്ടോ? ഇല്ല. ഖുർആനെതിരായി ജീവിക്കുന്നവരുടെ സ്റ്റേജ് കയ്യേറുന്നുണ്ടോ? ഇല്ല. ചേകന്നൂരികളുടെ സ്റ്റേജ് കയ്യേറുന്നുണ്ടോ? ഇല്ല. ആയത്തുകൾ ഉദ്ധരിച്ച്, ഹദീസുകൾ ഉദ്ധരിച്ച്, സലഫുകളുടെ മൻഹജ് അനുസരിച്ച് ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തുന്ന സ്റ്റേജുകൾ കൂക്കി വിളിച്ച്, കയ്യാങ്കളി നടത്തി, സ്റ്റേജിലേക്ക് കയറി ചുവടിച്ച് പൊട്ടിച്ച്, അതാണ് വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഖുർആൻ കേൾക്കരുത്, ഖുർആൻ മനസ്സിലാക്കരുത്, ഇത് ഖുർആൻ ക്ലാസ്സിലാക്കലാണ് എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിക്കുന്ന ഒരു രീതി. അത് മുജാഹിദ് പ്രസ്ഥാനം ആയത്തുകൾ ഉദ്ധരിച്ച്, ഹദീസുകൾ ഉദ്ധരിച്ച് ഖുർആനിലൂടെ വിപ്ലവം നടത്തിയത് കണ്ടപ്പോ പുരോഹിതന്മാർ പുതിയൊരു അടവെടുത്തു. ഖുർആൻ സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞിട്ട് സ്റ്റഡി സെന്റർ തുടങ്ങി. സത്യത്തിൽ നിങ്ങൾ അറിയുമോ ആ ഖുർആൻ സ്റ്റഡി സെന്റർ നടത്തുന്ന ഒരാളുണ്ടല്ലോ, അയാളാണ് നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കുന്ന മറുഭാഗത്തെ നേതാക്കന്മാരെക്കാൾ അപകടം. എന്തുകൊണ്ട്? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ആയത്തുകൾ ഉദ്ധരിച്ചു ദുർവ്യാഖ്യാനിക്കുന്നു, ഹദീസുകൾ ഉദ്ധരിച്ചു ദുർവ്യാഖ്യാനിക്കുന്നു, അസാറുകൾ ഉദ്ധരിച്ചു ദുർവ്യാഖ്യാനിക്കുന്നു. ഇത് പുതിയ ഒരു പ്രവണതയാണ്. എന്തുകൊണ്ട്? അവർ മനസ്സിലാക്കി, മുജാഹിദുകളിലേക്ക് ആളുകൾ ഒഴുകുന്നത് അവരുടെ മേന്മ കൊണ്ടല്ല, അവരുടെ പണ്ഡിതന്മാരുടെ പവർ കൊണ്ടല്ല, അവരുദ്ധരിക്കപ്പെടുന്ന ഖുർആനിന്റെ വചനം, അവർ ഓതുന്ന പ്രവാചക തിരുമേനിയുടെ വചനങ്ങൾ, അതാണ് ഈ സമൂഹത്തെ സ്വാധീനിച്ചത് എന്ന് നമുക്കറിയാം. നമ്മൾ നമ്മുടെ പണ്ഡിതന്മാരെ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ്, അല്ലാതെ അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ടല്ല, അവരുടെ പാണ്ഡിത്യത്തിൽ ആകൃഷ്ടരായിട്ടല്ല. ഖുർആൻ, സുന്നത്ത്, അതിലേക്കാണ് അവർ നമ്മളെ ക്ഷണിക്കുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് സലഫി പ്രസ്ഥാനത്തിന് അതിന്റെ വിജയം ഉണ്ടാകാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോക്കൂ, പരലോകത്ത് അന്ധനായിട്ട് മനുഷ്യർ വരും. അന്നവർ ചോദിക്കും, പടച്ചവനെ, കാല റബ്ബി ലിമ ഹശർതനി അഅമാ, പടച്ചവനെ, ദുനിയാവിൽ ഞാൻ എന്തുകൊണ്ടാണ്
കാഴ്ചയുള്ളവനായിരുന്നു. ഞാനിതാ ഇവിടെ പരലോകത്ത് അന്ധനായിട്ടാണല്ലോ ഞാൻ ഒരുമിച്ച് കൂടിയത്. എന്തുകൊണ്ടാണ് റബ്ബേ? അല്ലാഹു പറയും, നീ എന്റെ ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ നീ എന്ത് ചെയ്തു? നീ മറന്നു കളഞ്ഞു. അതുകൊണ്ട് വകദാലികൽ യൗമ തുൻസാ, ഇന്ന് നിന്നെയും ഞാൻ മറന്നു കളയുകയാണ്. ഈ ഒരു ദുരവസ്ഥ നമുക്കുണ്ടാകണമോ? ഈ ഒരു ദുരവസ്ഥ നമുക്കുണ്ടാകണമോ? നാം ആലോചിക്കേണ്ടതാണ്. ഈ ഒരു ദുരവസ്ഥ നമുക്കുണ്ടാകണമോ? കൈകടിക്കുന്നൊരവസ്ഥ. അള്ളാഹുവിന്റെ റസൂലിനോടുകൂടി ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, യാ വൈലതാ ലൈതനി ലമത്തഖദു ഫുലാനൻ ഖലീലാ, പടച്ചോനെ, അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ചിരുന്നുവെങ്കിൽ, റസൂലിനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ, നരകത്തിലേക്ക് പോകുമ്പോ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുമെന്നാണ്, അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സഗീർ. ഉണ്ടോ, ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ അല്ലാഹു ഒന്നും അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ കളവാക്കുകയായിരുന്നു. ആയത്തുകൾ ഉദ്ധരിക്കപ്പെട്ട സദസ്സുകൾ, ഖുർആന്റെ 60-ാം അധ്യായം സൂറത്തുൽ മുൽക്ക് 8 മുതൽ 10 വരെയുള്ള വചനം ഓർത്തു നോക്ക്. ഇങ്ങനെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുന്നവനേക്കാൾ ഉത്തമനായി ആരുണ്ട് എന്ന ചോദ്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാനിൽ നിന്ന് സഹീഹ് മുസ്ലിമിൽ നമ്മൾ കാണുന്ന ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനെ പോലെ ഖുർആൻ പഠിക്കാത്തവന്റെ മനസ്സ് അതൊരു പൊളിഞ്ഞ വീട് പോലെയാണ് എന്നാണ്. അവിടെ ഏത് ഇഴജന്തുക്കളും ഏത് നികിട്ട ജീവികളും അവിടെ രാപ്പാർക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. അതുകൊണ്ട് ഹൃദയം, ഖുർആനിലൂട്ടപ്പെട്ട ഹൃദയം, ഖുർആനിന്റെ വചനങ്ങൾ നയിക്കുന്ന ഹൃദയം, ചങ്ങാതിയായി, കൂട്ടുകാരനായി, നല്ല സഹപ്രവർത്തകനായി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ വിപ്ലവകരമായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ അനന്തര ഫലം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അനുവദിക്കപ്പെട്ട സമയം കൃത്യമായി ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയും ഗൗരവപ്പെട്ട ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ബഹുമാന്യനായ അബ്ദുസ്സലാം മോങ്ങം ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. സഹോദര, ഇതൊക്കെ കേട്ടിട്ട് ഒരു പക്ഷേ നമ്മളെപ്പോലെ കൃത്യമായി ഇത്രയേറെ ഖുർആനിക വചനങ്ങൾ, ഹദീസുകൾ, ഇസ്ലാം ശരിക്കുള്ള സ്രോതസ്സിൽ നിന്ന് കേൾക്കാൻ ഇവിടുത്തെ മറ്റു മുസ്ലിം സംഘടനകൾക്കൊന്നും സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇന്ന് ഇതേ ദിവസം ഈ ഖത്തറിൽ വേറെയും സംഘടനകൾ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഒന്ന് പോയിരുന്ന് നോക്ക്. നിങ്ങൾ ആശിക്കും, കൊതിക്കും, ആഗ്രഹിക്കും, അള്ളാന്റെ ഖുർആൻ ഒരു വചന ചങ്ങായി ഉദ്ധരിച്ചിരുന്നെങ്കിൽ. ഇലാ യൗമിൽ ഖിയാമ ഇനി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇലാ യൗമിൽ ഖിയാമ അവരിൽ നിന്നൊന്നും ഇനി നിങ്ങൾ ഖുർആനും ഹദീസും ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. മറിച്ച് അന്താരാഷ്ട്ര വടായികൾ കേൾക്കാൻ നിങ്ങൾക്ക് അവിടെ പോകാം. ദീന് പഠിക്കാൻ നിങ്ങൾക്ക് ഖത്തർ മുസ്ലിം ഇസ്ലാഹി സെന്ററിനെ സമീപിക്കാം. അന്താരാഷ്ട്ര വടായികൾ പറയാൻ അതിന്റെ തൊട്ടുപുറത്തുള്ള സെന്ററുകൾ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിന് പോകാം. ഇത് ഞാൻ ഒരു യാഥാർത്ഥ്യങ്ങളോട് തുറന്ന് പറയാൻ അള്ളാഹുവിന്റെ, ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, അവരൊക്കെ ഒരു ആയത്ത് ഉദ്ധരിച്ച് കണ്ടിരുന്നെങ്കിൽ 2.5 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ലോകത്തുള്ള എല്ലാ കാര്യവും പറഞ്ഞൊരു വലിയ നേതാവ്, എല്ലാ കാര്യവും ഡേറ്റ് ഇട്ടിട്ട് 2010 ഒക്ടോബർ 10-ാം തീയതി 10:10 10 സെക്കൻഡിനുള്ളിൽ എന്നതൊക്കെ പറ്റി അവസാനം 2.5 മണിക്കൂറിനുള്ളിൽ ഒരു ആയത്തിന്റെ ഒരു കഷ്ണം ഉദ്ധരിച്ചിട്ട് മൂപ്പർ പറയാൻ സൂറത്ത് മായിദയിലാണെന്ന് തോന്നുന്നു. അതിന് മൂപ്പർക്ക് ആയത്ത് ഏതിലാണെന്നറിയില്ല, അധ്യായ നമ്പർ അറിയില്ല, വേറൊന്നറിയില്ല. ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും അന്താരാഷ്ട്ര ബഡായി പറഞ്ഞതൊക്കെ കൃത്യ ഡേറ്റിന് സൂക്ഷ്മമായി. കാരണം ഏതിനാണോ മനുഷ്യൻ പ്രാധാന്യം കൽപ്പിക്കുന്നത് അതേ മനുഷ്യനുണ്ടാവും. ഏതിന് മനുഷ്യൻ പ്രാധാന്യം കൽപ്പിച്ചുവോ അതുണ്ടാവും. ഏതിന് പ്രാധാന്യം കൽപ്പിച്ചില്ലയോ അത് മനുഷ്യർക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പരിവർത്തനത്തിന്റെ ഗ്രന്ഥമായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. റസൂലുള്ള വാർത്തെടുത്തൊരു സൊസൈറ്റിയെ പോലെ ഇനിയും ഒരു സമൂഹത്തിന്റെ രൂപകൽപ്പന ഉണ്ടാകണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറ്റത്തിന് തയ്യാറാകുന്ന ആളുകൾ ഉണ്ടാവണം. ഇന്ന് വീട്ടിൽ പോയിട്ട് ഭാര്യ, കുടുംബമൊക്കെ ഉള്ള ആളുകൾ മക്കളെയും അതുപോലെ റൂമിൽ ഒന്നിച്ച് 5-6 പേര് നാട്ടുകാരൊക്കെ ആയിട്ട് ജീവിക്കുന്നിടത്ത് മടങ്ങി ചെന്നിട്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് ഇനിയും നിങ്ങൾ കേൾക്കാൻ ഉള്ള ആശയം കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ന് തന്നെ ശക്തമായൊരു തീരുമാനമെടുക്കുകയും സ്വയം മാറ്റത്തിന് സന്നദ്ധമാവുകയും ചെയ്താൽ ഇൻഷാ അള്ളാഹു നമ്മളെ പരിവർത്തിപ്പിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം
തൗഹീദ് പഠിപ്പിക്കുന്നിടത്ത്, സുന്നത്ത് പഠിപ്പിക്കുന്നിടത്ത്, എല്ലാ കാര്യത്തിലും നമുക്കുള്ള ഏറ്റവും പ്രധാന കാര്യം എന്താ? മുജാഹിദുകളോട് ദേഷ്യം പിടിച്ച് മെനയാന്ന് മാധ്യമത്തിൽ ഒരു ലേഖനം എഴുതിയപ്പോ നമ്മൾ ഭയങ്കര ഭീകരവാദികളാണ് എന്ന് സി ദാവൂദ് ലേഖനം എഴുതിയതിലെ ഒരു വാചകവും കൂടെ ഞാൻ അത് ചെറുപക്ഷെ ഇവിടെ ഉദ്ധരിക്കപ്പെടാതെ പോകുമോ എന്ന ഭയപ്പാട് കൊണ്ട് ഞാൻ പറയാണ്, മുജാഹിദുകൾ ഭീകരവാദികളാണ്. സി ദാവൂദ് കണ്ടെത്തുന്ന തെളിവ് എന്താണെന്നറിയോ? ഓണത്തിന്, വിഷുവിന്, ക്രിസ്തുമസിന് പോയി ചോറുന്നരുത്